കൂട്ടുകാർ രാവിലെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ, എന്ത് ചെയ്യാമെന്ന് നോക്കിയിട്ട് ഒരു പരിപാടിയും കിട്ടുന്നില്ല കേട്ടോ. വെയിലത്ത് കാരണം വെളിയാണ്. എന്തായാലും വെയിലത്ത് നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്നത്, സർവീസ് സ്റ്റേഷനൊന്നുമല്ല, എൻ്റെ കൂട്ടുകാരൻ അപ്പുറത്തെ അനസും അവൻ്റെ വണ്ടിയും, അവൻ മിലിറ്ററിയിലാണ്, ആർമിയിലാണ്, വന്നപ്പോഴത്തേന് ആ വണ്ടിയും നമ്മുടെ വണ്ടിയും കൂടെ ഇന്നൊരു ബഫ് ചെയ്യാനുള്ള പരിപാടിയാണ്. നല്ല രീതിക്ക് ഒന്ന് വാഷ് ചെയ്ത് ബഫ് ചെയ്യുക. അങ്ങനെ രണ്ട് വണ്ടിയും കൂടെ എടുത്തിട്ട് നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുക. സർവീസ് കഴിഞ്ഞിട്ടൊരു ബഫിങ്ങും കൂടെ ഉണ്ട്, അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ബഫിങ്ങിൻ്റെ സാധനമൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്തൊന്ന് വണ്ടി വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ബഫ് ചെയ്ത് നോക്കാം. ഇത് വെളിയിൽ കൊടുക്കണേ 1000-600 രൂപയ്ക്ക് പുറത്താവും. നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരു സർവീസ് മെഷീൻ, വാട്ടർ പമ്പുണ്ട്, നമ്മുടെ പ്രഷർ പമ്പുണ്ട്, ഇതാ കണ്ടില്ലേ, പ്രഷർ പമ്പ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അഗ്രോയുടെ ഒരു പ്രഷർ പമ്പാണ്. നമ്മൾ ഒരു 120 ബാറൊക്കെ വരും, 120 ബാർ പ്രഷർ ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ നോക്കട്ടെ, ഇതൊരു 120 ബാറിൻ്റെ പ്രഷർ പമ്പാണ്. അത്യാവശ്യം ഒരു വീട്ടിലെ ഒരു കാറൊക്കെ ഉള്ളവർക്കും അതുപോലെ ചെറിയ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം, ഡൊമസ്റ്റിക് പർപ്പസ് ആയിട്ടുള്ളൊരു പമ്പാണ്. അപ്പോൾ അതിൻ്റെ അത് കണ്ടില്ലേ, എൻ്റെ ഫുട് വാൽവൊക്കെ ഇതിലാണ് കിടക്കുന്നത്. പൈപ്പിൽ പിടിപ്പിക്കുന്ന ടൈപ്പല്ല, ഫുട് വാൽവ് ടൈപ്പാണ്. എന്തായാലും ഒരു വാട്ടർ പമ്പ് വാങ്ങിച്ച് വയ്ക്കുന്നത്, നമുക്ക് പ്രഷർ പമ്പ് വാങ്ങിച്ച് വയ്ക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കഴിവടാ, അയ്യോ മൊത്തം സ്ക്രാച്ചാണ്. ദൂരെ നോക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല, ഇത് മൊത്തം പൂച്ച കയറി മാന്തിയത് കേട്ടോ. പൂച്ച കയറി അതിനകത്തോട് നടക്കുന്നത്. പൂച്ച കയറി പറഞ്ഞാൽ പിള്ളേർ വെച്ച് കല്ല് വെച്ച് വരച്ചതുണ്ട്. അതുപോലെ തന്നെ പിള്ളേരുടെ കാര്യമില്ല, അവർ ചുമ്മാ എന്തെങ്കിലും കൈ കിട്ടുന്നൊക്കെ വെച്ച്, ഈവൻ സൈക്കിൾ വെച്ചിട്ട് പുറയിൽ വരച്ചതുണ്ട്. പിള്ളേരൊക്കെ ഉള്ളിടത്ത് ഇത് തന്നെ അവസ്ഥ. K&K ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ മനോഹരൻ, നമ്മുടെ K&Kയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ മനോഹരൻ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. മനോഹരൻ പണിയൊന്നും ചെയ്യുന്നില്ല. മനോഹരൻ എല്ലാം നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. മനോഹരൻ ചുറ്റിയാൻ കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയേ. K&K തല്ലിപ്പൊളിക്കാൻ ചുറ്റിയാൻ കൊണ്ടിരിക്കുക. 2 ബക്കറ്റ് വെള്ളം ആയില്ല കാറ് കഴുകാൻ. 2 ബക്കറ്റ് വെള്ളം തികച്ചായില്ലെന്ന്. അപ്പോൾ ഇതാണ് മോട്ടോമാക്സിൻ്റെ ക്രീം. നമ്മളൊക്കെ പുട്ടിയിടത്തില്ലേ ഈ പറയുന്ന ഒരുങ്ങാനൊക്കെ, അതുപോലത്തെ ഒരു ക്രീമാണ്. ഇത് നമ്മുടെ വണ്ടിയിലോട്ട് ചെറിയ രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മോട്ടോമാക്സ് ആണ് ഇത്. കുറേ പ്രാവശ്യം എടുത്തതാണ്, അപ്പോൾ അത് എടുത്ത് തീരാറായി. അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്, മെഷീനുണ്ട് പക്ഷേ ബഫർ കിട്ടിയില്ല. ഇന്ന് ഞായറാഴ്ച ആണ്ട് കടയൊന്നുമില്ല. നമ്മൾ ഈ പേസ്റ്റ് അടിച്ചിട്ട് ഈ പേസ്റ്റ് നല്ല പൊടിയാകണം. ഈ പൊടിയാകുന്ന സമയത്ത് നമ്മൾ ഈ പൊടിയിൽ, ഇപ്പോൾ ഇത് തിളക്കമില്ല, ഇത് ഭസ്മമാക്കിയല്ലോ, ഈ പൊടിയിലോട്ട് നമ്മളിത് വെച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ ഒരു സ്പേസ് കണ്ടാൽ മനസ്സിലാവും തിളങ്ങുന്ന എത്രത്തോളമാണ്. കണ്ടല്ലോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു പണി കിട്ടി. ബഫർ വാങ്ങിക്കാൻ കിട്ടിയില്ല, പെയിൻറ്റ് കടകളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, വാഷിംഗ് ക്ലോത്ത് എടുത്ത് 2 പേരും കൂടെ അപ്പുറം അപ്പുറം നിന്ന് ചന്നം പിന്നെ അങ്ങ് തുടങ്ങി. അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയതാ ഇത്രയും ഗ്ലേസിങ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയൊന്നുമല്ല ക്വാളിറ്റി. മിഷ്യൻ വെച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അടിപൊളി ക്വാളിറ്റി, കൂടുതലായിട്ട് ക്വാളിറ്റി കിട്ടും. അപ്പോൾ പോളിഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മിഷ്യൻ കൊണ്ടുവന്നു, പക്ഷേ അതിൻ്റെ ബഫ് ചെയ്യുന്ന ആ സ്പോഞ്ച് കിട്ടിയില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ബഫ് ചെയ്തത്. ഇത് കൈ കൊണ്ട് തന്നെ ഉരച്ച് നല്ല ക്ലോത്ത് വെച്ചിട്ട് ഉരച്ചിട്ടാണ് ഈ ഒരു കണ്ടീഷനിലാക്കി എടുത്തത്. അപ്പോൾ ഇനി ബഫർ ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ ഒന്ന് തിളങ്ങിയേനെ. ബഫർ വെച്ചിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ മിഷ്യനിലിട്ട് യൂസ് ചെയ്യണം, നല്ല രീതിക്ക് വണ്ടി തിളങ്ങിയേനെ. എന്നാലും കുറേ സ്ക്രാച്ച് പാടുകളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. വെറുതെയൊക്കെ ഇരിക്കുമ്പം ഈ ഷോറൂമിൽ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ കൊടുക്കാതെ നമുക്ക് തന്നെ ഈ പറയുന്ന രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ അതിൻ്റെ രീതി മാറും, വ്യത്യാസം വരും, നല്ല ക്വാളിറ്റി ആയിരിക്കും. നമ്മളിപ്പം പരിചയമില്ലാതെ ഇത് ഉപയോഗിക്കാൻ വേറെ പാടൊന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബിലായാലും നോക്കി അറിയാൻ പറ്റും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ആദ്യം ഈ പേസ്റ്റ് മൊത്തം അപ്ലൈ ചെയ്യുക, നല്ല വെയിലത്തിടുക. ഇത് പൗഡർ പോലെ ആകുന്ന സമയത്ത് വേണം നമ്മളിത് ബഫർ വെച്ച് ഇങ്ങനെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല രീതിക്ക് വരും. നമ്മളിന്ന് തുണി വെച്ചിട്ടാണ് ചെയ്തത്, എന്നാലും അത്യാവശ്യം ഒരു വൃത്തിയായിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം തിളങ്ങുന്നില്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. ഇത് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ 3ാമത്തെ വണ്ടിയാണ്. എനിക്ക് ഇതിന് മുമ്പ് 2 വാഹനങ്ങളുണ്ടായിരുന്നു. ഒരു കോളിസ് RS ആയിരുന്നു, 2002 മോഡൽ വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്താണ്, നല്ല രീതിക്ക് തന്നെയാണ് നോക്കിയത്. പിന്നെ സാഹചര്യം വന്നപ്പോൾ അത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വേറെ വണ്ടികളെടുത്തു. അപ്പോൾ പിന്നെ ലാസ്റ്റിലാണ് ഇതെടുത്തത്. അപ്പോൾ നമ്മൾ വാഹനം എത്രത്തോളം സൂക്ഷിക്കും അത്രത്തോളം അതും നമ്മളെ സൂക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു ഡ്രൈവിങ് ഇത്ര നാളായിട്ട് ഒരു 10, 17, 20 വർഷത്തോളമായി ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്.
അത് വെച്ചിട്ട് പറയാം, നമ്മൾ എത്രത്തോളം ആ വണ്ടിയെ സ്നേഹിക്കും അത്രത്തോളം നമ്മളോട് അവർ ആ വണ്ടി വാഹനം അതും ജീവനുള്ള സാധനമാണ്, അത് നമ്മളെ കെയർ ചെയ്യും. നമുക്കൊരു 800 ഉണ്ടായിരുന്നു, നല്ല വണ്ടിയായിരുന്നു. ഇതിനു മുമ്പേ ഉണ്ട മാരുതി 800 ആ വാഹനം നമ്മുടെ എനിക്കന്നൊരു ഓട്ടോറിക്ഷയും കൂടെ ഉണ്ടായിരുന്നു. ആ വാഹനം 2 വാഹനങ്ങളും ഇടാനുള്ള സാഹചര്യം രണ്ടും ഒരുമിച്ച് എടുക്കാതെ കിടന്നുകൊണ്ട് വാഹനം ടെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൊടുത്താണ്. അന്നത്തെ അവസ്ഥയിൽ ഞാൻ കൊടുത്തു പോയതാണ്. ആ വണ്ടി ഇപ്പം കിട്ടിയായിരുന്നു ഞാൻ തിരിച്ചെടുത്തേനെ. പക്ഷേ ആ വണ്ടി ഒരുപാട് കൈ മറിഞ്ഞു പോയി, അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ചെന്ന് ചോദിച്ചപ്പോഴത്തേനെ അതുണ്ടായിരുന്നു, എടുത്തൊന്ന് റീസ്റ്റോർ ചെയ്ത് ഞാൻ എടുത്തേനെ. ആ വണ്ടിയോട് അത്രയും ഇഷ്ടമുണ്ട്. കാരണം എൻ്റെ വൈഫ് ഡ്രൈവിംഗ് പഠിച്ച ആ വണ്ടിയിലാണ് കേട്ടോ. KL01L 4606 ആയിരുന്നു വണ്ടിയുടെ നമ്പർ. നെയ്യാറ്റിൻകര ഭാഗത്താണ് കൊടുത്തത്, ഇരുമ്പിലാണ് നമ്മൾ കൊടുത്തത് നെയ്യാറ്റിൻകര. അപ്പോൾ അത് അവിടെ നിന്നൊക്കെ കൈമറിഞ്ഞ് പോയിട്ടുണ്ട്. ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ടാണ് ആ വാഹനം കൊടുത്തത്. എന്നാലും വണ്ടി നല്ല കണ്ടീഷനിൽ തന്നെയാണ് കൊടുത്തത്.